165 ഗ്രാം കാർബണും അതുപോലെ തന്നെ 35 ഗ്രാം മിനറൽസും ഏതാനും ഗ്രാം കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള ചില വസ്തുക്കളുമൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു ഘടക വസ്തുവിന്റെ സമ്മിശ്ര രൂപം മാത്രമാണ് മനുഷ്യൻ എങ്കിൽ ആ വസ്തുക്കൾ കൂട്ടിച്ചേർത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടിയിരുന്നു. അവിടെയാണ് ഭൗതികവാദത്തിനും ലിബറലിസത്തിനും ഒക്കെ പരാജയം സംഭവിച്ചത്. കേവലം ഒരു ഭൗതിക ഘടക വസ്തു മാത്രമായി മനുഷ്യനെ കണ്ടു. എന്നാൽ ഇസ്ലാം അവിടെ മനുഷ്യനോട് പഠിപ്പിച്ചത് ഈ കേവലമായ ശരീരവസ്തു അല്ലെങ്കിൽ ഭൗതിക വസ്തു മാത്രമല്ല നീ എന്നും നിനക്കൊരാത്മാവുണ്ട് എന്നാണ്. ആ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സഹ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒന്നാമതായി മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടുന്നത് ദേഹത്തിനപ്പുറത്തൊരു ദേഹിയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ശരീരത്തിനപ്പുറത്തൊരു ആത്മാവുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഈ ആത്മപ്രധാനമായ മനുഷ്യാസ്തിത്വത്തെ നിഷേധിച്ചു എന്നതാണ് ലിബറലിസത്തിനും മെറ്റീരിയലിസത്തിനും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും.